അപ്പം ഈ പുറമേ ഉള്ള ഇന്റീരിയർ പോലെ തന്നെയാണ് അത്ര ഇമ്പോർട്ടന്റ് ആണ് ആ, അതെ. അകത്തുള്ള ഇത്. കാരണം ഇത് എന്തെങ്കിലും എല്ലാവരും വളരെ സിമ്പിളായിട്ട് കാണുന്ന കാര്യമാണ്. എന്നാൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. പുറമേയുള്ള എക്സ്റ്റീരിയർ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. പക്ഷേ ഈ കൺസീൽഡ് ആയിട്ടുള്ളൊരു ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കോൾ ചെയ്യുമ്പോൾ എല്ലാത്തിനും പ്രോബ്ലംസ് ഉണ്ടാവാം. ആ പ്രോബ്ലംസ് എത്ര പെട്ടെന്ന് എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു? ഹായ്, എൻ്റെ പേര് അജീഷ് മൈക്കിൾ. ഞാൻ ഫ്യൂച്ചർ കോൺസെപ്റ്റിന്റെ ഡയറക്ടറാണ്. ഹായ്, എൻ്റെ പേര് ഗിരീഷ് ബാബു. ദിസ് ഈസ് മൈ വൈഫ് ജിഷ. ഞങ്ങൾ രണ്ടാളും യു എയിലായിരുന്നു. 2004 തൊട്ട് ഞാൻ യു എയിലാണ്. ജിഷ ജോയിൻ ചെയ്തത് ആഫ്റ്റർ ഞങ്ങളുടെ മാരേജ് 2006 തൊട്ട്. ഞാൻ അവിടെ ഒരു യു എയിൽ ഒരു സ്റ്റീൽ ഇൻഡസ്ട്രിയൽ ഫാമിൽ കപ്പാസിറ്റി പ്ലാനറായിട്ട് വർക്ക് ചെയ്തിരുന്നു. ജിഷ ഞാൻ അവിടെ NMC സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റ് ആയിരുന്നു. ആ, അപ്പം അപ്പോഴേ മുതലുള്ള ഒരു സ്വപ്നമാണ് ഇപ്പോൾ പൂവണിയത്. ഇത്രയും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു ഇന്റീരിയർ ഇത്രയും മനോഹരമായിട്ടൊക്കെ അലങ്കരിച്ചിട്ടുള്ള ഈ ഒരു വീട്, ആക്ച്വലി ഞാൻ ഒരു ഒരു അമേരിക്കൻ കൊളോണൽ ഒരു സ്റ്റൈലിലാണ് ഇതിന്റെ എലിവേഷൻ എല്ലാം ചെയ്തിരിക്കുന്നത്. ആക്ച്വലി എനിക്ക് എന്ത് പറയാനായിട്ട് വാക്കുകൾ കിട്ടില്ല. ഇത്രയും മനോഹരമായിട്ട് ഈ വീട് എങ്ങനെയാണ് സാർ ഇത് കംപ്ലീറ്റ് ചെയ്തത്? ഇത് ഇങ്ങനെ ഒരു നല്ലൊരു വീട് കൺസ്ട്രക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായ സാഹചര്യം എന്താണെന്നുള്ളത് പറയാം. ഫുൾ ക്രെഡിറ്റ്സ് ഇതാ ഇവിടെ ഇരിക്കുന്നു. അങ്ങനെയല്ല. കാര്യം ആള് ചെറുതിലേ തന്നെ ആൾക്ക് ഭയങ്കര ഡ്രീംസ് ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ളതുപോലെ തന്നെ ഓക്കെ. ഓരോ വീടിൻ്റെ ഓരോ കോർണേഴ്സും, ലൈക്ക് നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ടേബിൾ, ഈ റൗണ്ട് ടേബിൾ, ഓക്കെ. എല്ലാവരും മറ്റേ എന്താ പറയുക, മറ്റേ ഒരു typical ആയിട്ട് Rectangle. റെക്റ്റാങ്കിൾ ടൈപ്പ് ആയിരിക്കും ഇപ്പോഴത്തെ മോഡേൺ ഹൗസ് ഇത് ചെയ്യുന്നത്. ഓക്കെ. പക്ഷേ ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ നിലവിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട്ടിൽ ഈ പറയുന്ന റെക്റ്റാങ്കിളാണ്. ഓക്കെ. ഒരു എൻഡിലിരിക്കുന്ന ആൾക്ക് മറ്റേ എൻഡിലിരിക്കുന്ന ആളിനോട് നേരിട്ട് കണ്ട് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാറില്ല. ഓക്കെ. അപ്പം ഈ ഒരു റൗണ്ട് ഷേപ്പിലെ ടേബിൾ കൊണ്ട് ഉദ്ദേശിച്ചത് എല്ലാവർക്കും പരസ്പരം ഇൻട്രാക്ട് ചെയ്യുമ്പോൾ ഫേസ് ടു ഫേസ്, ഇപ്പം ഞാൻ അജീഷിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ജിഷയുടെയും എനിക്ക് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് പരസ്പരം കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് നിങ്ങളെ രണ്ടുപേരെയും കാണാൻ പറ്റുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഒരു ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ഇതുപോലെ ഓരോന്നും ഇതുപോലെ പല കാര്യങ്ങളും ഇതുപോലെ ഫൈൻ പിക്ക് ചെയ്ത് പണ്ടത്തെ ഞങ്ങളുടെ ഡ്രീമിലുണ്ടായിരുന്ന കാര്യങ്ങൾ പലതും ആഫ്റ്റർ ഞങ്ങളുടെ മാരേജ് 2006 ഓക്കെ. അന്ന് തൊട്ട് ഇങ്ങനെ ആളെന്നോട് ഓരോ കാര്യങ്ങളും ഇങ്ങനെ ബക്കറ്റ് ലിസ്റ്റ് പോലെ ഒരു വീടായാൽ ഇങ്ങനെയൊക്കെ വേണം എന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഓക്കെ. ഇതെല്ലാം കൂടി ചേർത്ത് വെച്ചിട്ടാണ് ഞങ്ങൾക്ക് 2022 ഞങ്ങൾക്ക് ഈ സ്ഥലം കാണുന്നത്. ഇതിൻ്റെ ഈ സ്ഥലത്തിലോട്ട് എത്തിപ്പെട്ടതും അങ്ങനെയാണ്. എൻ്റെ ഫ്രണ്ട് ഇത് മെയിൻ റോഡാണോ? അല്ല, പോക്കറ്റ് റോഡാണ്. ഓക്കെ. എന്നാൽ പോക്കറ്റ് റോഡിൽ ഇത്രയും വിഡ്ത്തുള്ള പോക്കറ്റ് റോഡ് ഇവിടോട്ടാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ. പിന്നെ ഈ ഒരു ടെറൈൻ, ഒരു ഇത്തിരി ഹൈറ്റ് കൂടി കുറഞ്ഞ് നിൽക്കുന്ന ഒരു ടെറൈൻ. അപ്പോൾ അവിടെ ഓക്കെ, ഈ അജീഷ് പറഞ്ഞതുപോലെ ഒരു കൊളോണിയൽ ടൈപ്പ് ഒരു സ്ലോ പ്രൂഫ്ഡ് ആയിട്ടുള്ള ഒരു വീട് വേണമെന്നായിരുന്നു ആഗ്രഹം. മെയിനായിട്ട് നമുക്ക് ഇപ്പൊ ഇത്രയും നല്ലൊരു മനോഹരമായിട്ട് ഇന്റീരിയർ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇതിന്റെ ബാക്ക് എൻഡിൽ ഇപ്പം മെയിൻ ആയിട്ടുള്ള ഒരു കൺസീൽഡ് വർക്ക് ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി എക്യുപ്മെന്റ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ടല്ലോ. അതെ. അപ്പം അത് എങ്ങനെയാ ഇത് കാര്യങ്ങളെല്ലാം മീറ്ററിലാണെങ്കിലും പ്ലംബിംഗ് ആണെങ്കിലും ഇത് എന്തെങ്കിലും വാട്ടർ ലീക്കേജ് വരാനോ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ സാധ്യത എല്ലാം ഉണ്ട്. ഇപ്പം പുതിയ പുതിയ ടെക്നോളജി കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. അപ്പൊ പുറത്ത് ഈ ഇന്റീരിയർ, അതായത് നമ്മുടെ ഈ ഇന്റീരിയർ ചെയ്തിരിക്കുന്ന അതേ ഒരു സ്റ്റാൻഡേർഡിൽ തന്നെയാണോ ഇതിന്റെ പിന്നെ അകത്തുള്ള കൺസീൽഡ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം? വനിതാ എക്സിബിഷൻ എന്ന് പറഞ്ഞിട്ട് വനിതാ വീട്. വനിതാ വീടിൻ്റെ ഒരു എക്സിബിഷൻ നമ്മുടെ പോലീസ് ഗ്രൗണ്ടിൽ നടക്കുകയായിരുന്നു. അതെ. അവിടെ വന്നപ്പോഴാണ് ടോട്ടൽ പ്ലംബിംഗ് സൊല്യൂഷൻ എന്ന് പറയുന്ന ഒരു നോം തന്നെ ഞാൻ കേൾക്കുന്ന അവിടെ വെച്ചാണ്. അതെന്താ ടോട്ടൽ പ്ലംബിംഗ് സൊല്യൂഷൻ? അപ്പോൾ അജീഷിൻ്റെ ടീം മെമ്പറായ ആരോ ആണ് അവിടെ അന്ന് നിന്നതും. അപ്പോൾ അവരിങ്ങനെ ജസ്റ്റ് എനിക്ക് ഇത് ചെയ്തപ്പം ഞാൻ അതിനെ ആദ്യം ഒരു എന്താ പറയുക, ഓക്കെ, ഒരു നോട്ടീസ് പോലെ ഒരെണ്ണം തന്നു, ഓക്കെ, കണ്ടു, അത് സ്ക്രാപ്പ് ചെയ്യാം എന്ന രീതിക്ക്. എന്നാലും എനിക്കിനി അടുത്ത് ചെയ്യേണ്ട പ്ലംബിംഗ് വർക്കാണല്ലോ, ഏതിന് എന്താ ഇവർ ചെയ്യുന്നതെന്ന് ഒന്നറിയാമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അജീഷിനെ വിളിക്കുന്നത്. അപ്പോൾ അജീഷിനോട് സംസാരിച്ചപ്പോൾ അജീഷിനോട് സംസാരിച്ചത്
അജീഷ് പറയുന്നുണ്ട് എല്ലാവരും വളരെ സിമ്പിളായിട്ട് കാണുന്ന കാര്യമാണ്. എന്നാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് അജീഷ് എന്നോട് പറയുന്നു. വീണ്ടും അജീഷ് പറഞ്ഞ് ശരിയാണോ എന്ന് അറിയാനായിട്ട് ഞാൻ വീണ്ടും ഗൂഗിൾ ചെയ്യുന്നു. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പ്ലംബിംഗ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നു. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഓക്കെ, ഇതിലൊക്കെ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. ഇതിനൊക്കെ അത്രയും ക്വാളിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കണം. സോ പിന്നെ എനിക്ക് അറിയേണ്ടത് അജീഷിൻ്റെ ജെന്യുനിറ്റിയാണ്. അപ്പോൾ ഒരു ഓക്കെ, നമ്മൾ ഫ്യൂച്ചർ കൺസെപ്റ്റ് എന്ന് പറഞ്ഞ ഒരു പേര് ഒരു നോട്ടീസിൽ കാണുന്നു. ഞാൻ അതിനെ ബേസ് ചെയ്ത് വിളിക്കുക. അപ്പോൾ അതിൻ്റെ ജെന്യുനിറ്റി എങ്ങനെയാണ്? അങ്ങനെയാണ് ഞാൻ അജീഷിനെ വിളിച്ചിട്ട് അജീഷിൻ്റെ ഷോറൂമിലോട്ട് വരാമെന്ന് പറയുന്നത്. ഞങ്ങൾ കാട്ടാക്കട നിങ്ങളുടെ ഷോറൂമിലോട്ട് വരുന്നു. അജീഷിൻ്റെ ഓഫീസിലിരുന്ന് നമ്മൾ സംസാരിക്കുന്നു. ഇതൊക്കെ കണ്ടപ്പോഴാണ് എനിക്ക് എന്താണ് അജീഷ് എന്നും എന്താണ് ഫ്യൂച്ചർ കൺസെപ്റ്റ് എന്നും മനസ്സിലാകുന്നത്. അക്കാര്യത്തിലാണ് ഇപ്പോൾ പണ്ടത്തെ പോലെ ഒരു സമയമല്ല. എല്ലാവർക്കും എന്ത് കാര്യവും നമുക്ക് പെട്ടെന്ന് തന്നെ സെർച്ച് ചെയ്താൽ കണ്ടെത്താൻ പറ്റും. പിന്നെ യൂട്യൂബൊക്കെ തുറന്നാൽ വീട് സംബന്ധമായ ഒത്തിരി വീഡിയോസ് അവൈലബിൾ ആണ്. അതിൽ ഓരോ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് അവൈലബിൾ ആണ്. അപ്പോൾ പലതും ഞാൻ കുറേ അധികം റെഫർ ചെയ്തിട്ടുണ്ട്. പിന്നെ പല കാര്യങ്ങളും നമ്മുടെ നാട്ടിലുണ്ടോ എന്ന കാര്യമാണ്. ഇപ്പം ആസ് എ പ്രവാസി ഞങ്ങൾക്കറിയത്തില്ല. ഞങ്ങൾക്ക് എങ്ങനെ അജീഷിൻ്റെ അടുത്ത് എത്തണം എന്ന കാര്യം അറിയില്ല. ഞങ്ങൾ ഇതിനൊക്കെ എന്ന് പറയുന്ന ഒരു സിംഗിൾ പേഴ്സണെ ഞങ്ങൾ എല്ലാ കാര്യവും ഏൽപ്പിക്കാനാണ് ഞാൻ ഉൾപ്പെടെയുള്ള എല്ലാവരും ശ്രമിക്കുക. പ്രവാസി കാര്യം നമുക്കിവിടെ അതെ. അവിടെ ഇരുന്നിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിംഗിൾ പേഴ്സൺ ആകുമ്പം അതാണ് ഹെഡേക്ക് കുറയുന്നത് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ് ഞങ്ങളെപ്പോലുള്ള പ്രവാസികൾ. സോ അങ്ങനെ വിചാരിച്ചുകൊണ്ട് ഞങ്ങളെപ്പോലുള്ളവരൊന്നും നിങ്ങളെപ്പോലുള്ള സ്കിൽഡായ ആൾക്കാരും ഇങ്ങനെയൊക്കെ സർവീസ് ഉള്ള കാര്യവും അറിയാതിരിക്കുന്നു. ഓക്കെ. എന്തുകൊണ്ടാണ് ഒരു സാധാരണ ഒരു പ്ലംബറിനെ കൊടുക്കാതെ അല്ലെങ്കിൽ ഒരു പ്ലംബിംഗ് പ്രൊഫഷണൽ ഒരു കമ്പനിക്ക് വേണ്ടിയിട്ട് കൊടുക്കാൻ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത്? അജീഷ് സിമ്പിളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, ബീയിങ് എ പ്രവാസി അല്ലെങ്കിൽ ഞങ്ങളിവിടെ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളെല്ലാവരും ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു കോൾ ചെയ്യുമ്പോൾ എല്ലാത്തിനും പ്രോബ്ലംസ് ഉണ്ടാവാം. ആ പ്രോബ്ലംസ് എത്ര പെട്ടെന്ന് എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാർ. അതുമല്ല ഇപ്പൊ പ്ലംബിംഗ് എന്ന് പറഞ്ഞാലും നമ്മൾ ഈ പുറമേയുള്ള എക്സ്റ്റീരിയർ വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം. പക്ഷേ ഈ കൺസീൽഡ് ആയിട്ടുള്ള ഒരു സാധനത്തിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവിതകാലം വീണ്ടും നമ്മൾ ഇത്രയും ഈ ഒന്നെടുത്ത് മാറ്റുന്ന പോലെ അത് മാറ്റാൻ പറ്റില്ല. അതെ, അപ്പൊ അതെ, നമ്മൾ അതെ. അത്രയും Correct. വിശ്വസ്യം അത് അത്രയും ക്വാളിറ്റി ഉള്ളത് തന്നെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ പ്ലംബിംഗ്, ഇലക്ട്രിക്കൽ ഇതൊക്കെ നമ്മൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ആദ്യമേ ഉണ്ടായിരുന്നു. അപ്പൊ ഈ നിങ്ങളിലൊക്കെ എത്തിച്ചേരാൻ ഞങ്ങൾ ഒരുപാട് കടമ്പകൾ, ഒരുപാട് ഡിസ്കഷൻ കഴിഞ്ഞിട്ട് അതിനുശേഷം ഞങ്ങളുടെ ടെക്നിക്കൽ കൺസൾട്ടന്റ് ഷെഫിച്ചേട്ടനുമായിട്ട് അതെ. നമ്മള് ഒരു ഡിസ്കഷൻ meetup. മീറ്റപ്പ് ഉണ്ടായിരുന്നു. ഈ പ്ലംബിങ്ങിന്റെ വേറൊരു ഇമ്പോർട്ടൻസ് പറയാം. കാരണം ഇതിന്റെ ഈ കൺസീൽഡ് ആയിട്ട് പോകുന്ന ലൈൻസ് എന്ന് പറയുമ്പം ഫ്രഷ് വാട്ടറിന്റെ ലൈൻസ് പോകുന്നുണ്ട്. ഉം. അപ്പം പിന്നെ അതുപോലെ തന്നെ സീവേജ് ലൈൻസ് പോകുന്നുണ്ട്, ഡ്രെയിനേജ് ലൈൻസ് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഹെൽത്ത് ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു പ്ലംബിംഗ് സിസ്റ്റം ആണ് Yes. മെയിൻ ആയിട്ട്. Yes. ഇതിൽ ഇത്രയും ഏരിയയിൽ പലയിടത്തായിട്ടാണ് നമ്മുടെ ബെഡ്റൂംസ് എല്ലാം വരുന്നത്. അതെ. അതുമായിട്ട് ബാത്ത് അറ്റാച്ച്ഡ് ആണ്, വാഷ്റൂം അറ്റാച്ച്ഡ് ആണ്. ഇതിന്റെ ഈ സ്പ്രെഡ് ചെയ്ത് എങ്ങനെ കിടക്കുന്നല്ലേ, ഹോട്ട് അതെ. കോൾഡ് അല്ലെങ്കിൽ സീവേജ്, ഡ്രെയിനേജ് ഇതെല്ലാം. അപ്പം അത് ഇതിനകത്ത് മിനിമം നമ്മുടെ ഒരു വീടിനകത്ത് ഒരു 200 to 300 ഫിറ്റിങ്സ് വരുന്നുണ്ട്. Correct. അപ്പൊ അത് നമ്മൾ പേസ്റ്റ് ചെയ്തായിരിക്കും, ചിലപ്പം റിംഗ് ഫിറ്റ് ആയിരിക്കാം. എങ്ങനെയാണെന്നുണ്ടെങ്കിൽ 200 ഫിറ്റിങ്സ് എന്ന് പറയുമ്പോൾ ഇൻറ്റു 2 ഏതാണ്ട് ഒരു 400 ഫിറ്റ് ജോയിന്റ് ആണ് അത് വരുന്നത്. ഉം. അപ്പൊ അത് ചിലപ്പോൾ ടൈലിനകത്തൂടെ ആയിരിക്കാം, ചിലപ്പം ഫ്ലോറിന്റെ പുറകിൽ അടിയിൽ കൂടെ ആയിരിക്കാം, Correct. വോളിന്റെ ഭിത്തിയുടെ പുറകിൽ കൂടെ ആയിരിക്കാം, സീലിങ്ങിലൂടെ ആയിരിക്കാം. അപ്പൊ ഇത് ഹെവി റിസ്ക് ആണ്. അത്രയും ആ ഒരു വർക്ക്മാൻഷിപ്പ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു പ്ലംബിംഗ് സിസ്റ്റം പ്രോപ്പർ ആയിട്ട് കൊടുക്കാൻ പറ്റൂ. സത്യം. എല്ലാം നമുക്ക് ഇതിനകത്തൂടെ പോകുന്നതാണ്. അപ്പം ഈ പുറമേ ഉള്ള ഇന്റീരിയർ പോലെ തന്നെയാണ്, അത്ര ഇമ്പോർട്ടന്റ് ആണ് അതെ. അകത്തുള്ള ഇത് വരും. കാരണം ഇത് എന്തെങ്കിലും ലീക്കേജ് വല്ലതും വന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ബിൽഡിങ്ങിന്റെ സ്ട്രെങ്തിനെ ബാധിക്കും. പിന്നെ അതിപ്പോൾ വാട്ടർ ബില്ല് കൂടും. ഇപ്പം കോർപ്പറേഷനിൽ നിന്നാണ് നമ്മൾ വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വാട്ടർ ബില്ല് കൂടും. ബിൽഡിങ്ങിന് അത് കുറേ ദിവസം കഴിയുമ്പോൾ ഉള്ള ഒരു പ്രോബ്ലംസും ഉണ്ടാവും. പിന്നെ ബാക്ടീരിയൽ ഗ്രോത്ത്, ഫംഗൽ ഗ്രോത്ത് ഒക്കെ ഈ വോളിനും പലയിടത്തായിട്ടൊക്കെ ഉണ്ടാവും. ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഒത്തിരി പാൻഡമിക്സ് ഒക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര വാട്ടർ കൂടുതലാണ്. എന്ന് പറയുന്ന അത്രയും അതെ, അതെ, സൂക്ഷിച്ച് യൂസ് ചെയ്യേണ്ട അതെ, സാധനം അതെ. തന്നെയാണ്. അപ്പം അപ്പൊ ആ രീതിയിലാണ് ഈ ഒരു എന്താ പറയുക പ്ലംബിംഗ് സത്യം പറഞ്ഞ ഒരു പ്രൊഫഷണൽ ആയിട്ട് നമ്മളത് ചെയ്യേണ്ടത്.
അജീഷ് പിന്നെ അജീഷിന്റെ നിങ്ങളുടെ അടുത്ത് വന്നപ്പോ ആ നിങ്ങൾ പറയുന്ന പോലെ ഒരു സൊല്യൂഷൻ ആയിരുന്നു അവിടെ. അത് ശരിക്കും പ്ലംബിംഗ് അതെ. സൊല്യൂഷൻസ് ആയിട്ടാണ് ഞങ്ങൾക്ക് അതെ. തോന്നിയത്. ബിക്കോസ് ഞങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾക്ക് അതിനുള്ള ആൻസേഴ്സ് ഉണ്ട്. അതിന് പല പല നിങ്ങൾ തന്നെ ഓപ്ഷൻസ് തരുന്നുണ്ട്. നമ്മളൊരു വീട് വെക്കുന്ന സമയത്ത് നമ്മുടെ ജീവിതത്തില് ഏറ്റവും നല്ലൊരു അല്ലേ ഒരു ഡ്രീമാണ്. കുറേ നാളോളം അപ്പം നമുക്കറിയാം അത്. ഒരു കസ്റ്റമറിന്റെ പെയിൻ എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പം പ്രത്യേകിച്ച് ഈ പറഞ്ഞ കൺസീൽഡ് വർക്കോ, പ്ലംബിംഗ് സിസ്റ്റം ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൽ നമ്മൾ അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടാണ് താങ്കളെ പോലത്തെ ആണ്. ഒരു ക്ലയന്റിൽ നമ്മൾ കാണുന്നത്. അതെ. ഈ പുറമേ കാണുമ്പോ എന്താ പറയാ, ടാപ്പ് തിരിക്കുമ്പോ വെള്ളം വരണം, അത് പ്രഷർ ഉണ്ടാവണം, കുളിക്കാൻ നല്ല കറക്റ്റ്. സുഖമായിരിക്കണം. അതെ. ഇതൊക്കെയാണ് എല്ലാവർക്കും അതെ, വേണ്ടത്. അതെ, അതെ. പിന്നെ ചൂടുവെള്ളം ആവണം, തണുപ്പ് വെള്ളം വേണ്ട, ചിലടത്ത് തണുത്ത വെള്ളം വേണോ വേണ്ടത്. അതെ, അതെ. അങ്ങനെയുള്ളതൊക്കെയാണ് എല്ലാവരുടെയും റിക്വയർമെന്റ്. അല്ലാതെ അതിന് ഏത് ലൈൻ എവിടോട്ട് പോകുന്നു, അതിന് ഒരു ലീക്ക് വരുമ്പോൾ എന്തുകൊണ്ട് ലീക്ക് വന്നു, അതെ, 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 അതെ. അതൊന്നുമില്ലാതെ ഇപ്പോൾ ഓക്കെ ഇതെല്ലാം ആ, പ്രശ്നങ്ങൾ വരാം ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ. ആ സമയത്തും എനിക്ക് ഒരു 10 പേരെടുത്ത് അന്വേഷിക്കേണ്ട. എന്ത് കാര്യത്തിനും എനിക്ക് അജീഷിനെ വിളിച്ചാൽ മതി. അതെ. അതായത് ഫ്യൂച്ചർ കൺസെപ്റ്റ് എന്ന് പറയുന്ന ഫേം അവിടെ ഒരു ഫേം ആയിട്ടാണുള്ളത്. അതെ, അതെ. അവിടെ ഒരു ഷോറൂമുണ്ട്. എനിക്ക് എന്ത് കാര്യത്തിനും അജീഷിനെ വിളിച്ചാൽ മതി. അജീഷിൻ്റെ ടീമിനെ ഞാൻ ഇപ്പോൾ തന്നെ എത്രയോ പ്രാവശ്യം വിളിക്കുന്നുണ്ട്. അതെ, അതെ, അതെ. അവരൊക്കെ എന്താ പറയുക, ഒരിക്കൽ പോലും "സാർ ഇന്ന് വരാൻ പറ്റില്ല" എന്നല്ല പറയുന്നത്. അതെ, "സാർ ഞാൻ ഈ സമയത്ത് വരട്ടെ" എന്നാ ചോദിക്കുന്നത്. അതെ, അതെ. ഇതൊക്കെ ഇതൊക്കെ നിങ്ങളുടെ ഒരു ക്വാളിറ്റി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതെ, അതെ. സോ കീപ്പ് ഇറ്റ് അപ്പ്. ഞങ്ങൾ ടോട്ടലി എന്താ പറയുക, ഓരോ കാര്യത്തിലും ഒത്തിരി താങ്ക്സ് ഉണ്ട് അജീഷിനോട്. അതെ. അജീഷ് പറഞ്ഞില്ലേ പെയിൻഫുൾ ജേർണി ആണെന്ന്. ആക്ച്വലി ഞങ്ങൾക്ക് പെയിൻഫുൾ ജേർണി ആയിരുന്നെങ്കിലും ഏപ്രിൽ 16 മുതലല്ലായിരുന്നു. ഒരു വളരെ സന്തോഷകരമായ ഒരു ജേർണി ആയിരുന്നു. ബുദ്ധിമുട്ടുകളായിരുന്നു, ടെൻഷനായിരുന്നു, ബിസി അതെ, ആയിരുന്നെങ്കിലും അതെ, അതെ. അത് ഒരു സന്തോഷമായിരുന്നു. അതെ, അതെ, അതെ. ഓരോന്നിനും സൊല്യൂഷൻസ് കണ്ടെത്തി കണ്ടെത്തി ഞങ്ങൾ കറക്റ്റ്, പോവായിരുന്നു. കറക്റ്റ്. സത്യം പറഞ്ഞാൽ ഈ ഇൻഡിവിജ്വലി വീട് വെക്കുന്ന പലരും വിചാരിക്കുന്നുണ്ട് എല്ലാത്തിനും ഒരാളാണ് സൊല്യൂഷൻ. അല്ല, നിങ്ങളെപ്പോലുള്ള ഓരോരോ ഫേമുകളുണ്ട്. അതായത് ടോട്ടൽ സൊല്യൂഷൻ, അതായത് പ്ലംബിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ടോട്ടൽ സൊല്യൂഷനാണ് അജീഷ്. എനിക്കിപ്പോൾ എന്താ പറയുക, നമ്മുടെ ലാൻഡ്സ്കേപ്പിങ്ങിൻ്റെ ഡ്രിപ്പ് ഇറിഗേഷനും അതെ, മറ്റും ഒക്കെ അതെ, അതൊക്കെ അജീഷാണ് എനിക്ക് ചെയ്തു തന്നിരിക്കുന്നത്. അതെ, അതെ. പ്ലസ് വീട്ടിനകത്തുള്ള പ്ലംബിംഗ് സൊല്യൂഷൻസ് ഫുൾ അജീഷാണ്. എനിക്ക് പ്ലംബിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഈവൻ അത് ട്രിപ്പാകട്ടെ അല്ലെങ്കിൽ ഈ വീട്ടിലെ പ്ലംബിംഗ് ആകട്ടെ, എനിക്ക് അജീഷിനെ വിളിച്ചാൽ മതി. അതെ. ഫ്യൂച്ചർ കൺസെപ്റ്റിനെ വിളിച്ചാൽ മതി. നമ്മളിവിടെ മെയിനായിട്ട് നമ്മൾ പ്ലംബിംഗ് ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് 4 ബാത്റൂംസ് ആണ് ടോട്ടല്. അതില് സോളാർ വാട്ടർ ഹീറ്റർ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെ. പ്രഷർ ബൂസ്റ്റിംഗ് പമ്പിന് വേണ്ടിയിട്ടുള്ള ലൈൻസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട്. ഹോട്ട് വാട്ടറിന് വേണ്ടിയിട്ടുള്ള കംപ്ലീറ്റ് പ്ലംബിംഗ് ലൈൻ സിസ്റ്റം എല്ലാം ഡെവലപ്പ് ചെയ്തു. പിന്നെ പുറമെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡ്രിപ്പ് ഇറിഗേഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. കൂടാതെ തന്നെ നമ്മൾ മെയിനായിട്ടുള്ള ഡൈവേർട്ടേഴ്സ്, ഡ്രൈ ഏരിയ, വെറ്റ് ഏരിയ തിരിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻ പാർട്ട് തൊട്ട് ഇപ്പം അതിൻ്റെ എക്സിക്യൂഷൻ സമയത്ത് ആദ്യം കൺസീൽഡ് പാർട്ടൊക്കെ ഫിക്സ് ചെയ്യുന്ന സമയത്താകട്ടെ, അത് കഴിഞ്ഞിട്ട് ഫൈനൽ ഫിറ്റിങ്സിൻ്റെ സമയത്താകട്ടെ, ഞങ്ങൾക്കുണ്ടാകുന്ന ഡൗട്ട്സുകൾ നിങ്ങൾ എ ടു ഇസഡ് വളരെ പ്രൊഫഷണലി തന്നെയാണ് ഹാൻഡിൽ ചെയ്തത്. കിടിലമായിരുന്നു. അതെ, അതെ. കിടിലൻ ടീം വർക്കായിരുന്നു ആ, അവിടെ. നമുക്ക് ഞങ്ങൾ എൻജോയ് ചെയ്തു വർക്ക്. അതെ, 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 അതെ. അജീഷെ പ്ലംബിങ്ങിൻ്റെ ടോട്ടൽ ലൈനും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡ്രോയിങ് ഞങ്ങൾക്ക് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അതെ. അത് സോഫ്റ്റ് കോപ്പിയും തന്നു, ഹാർഡ് കോപ്പിയും തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷേ സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത് എത്ര കാലം കഴിഞ്ഞാലും അതെ, ഇപ്പം എൻ്റെ കാലം കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ഏതെങ്കിലും ഡ്രൈവിലോ അല്ലെങ്കിൽ എൻ്റെ മെയിലെടുത്തൊന്ന് സെർച്ച് ചെയ്യുകയാണെങ്കിൽ അടുത്ത ജനറേഷന് റെഫർ ചെയ്യാവുന്ന സാധനങ്ങളാണ്. എന്തായാലും നല്ലൊരു പ്രൊജക്റ്റ് ആയിരുന്നു. കാരണം ഫ്രം ദ സ്റ്റാർട്ടിങ് മുതൽ ടിൽ അതിന്റെ എൻഡ് വരെ നല്ല രീതിയിൽ അസോസിയേറ്റ് ചെയ്ത് ഇത്രയും നിങ്ങളുടെ ഇമോഷൻ അനുസരിച്ചുള്ള ഒരു നല്ലൊരു വീട്. താങ്ക് യു ചേച്ചി. എടുത്തെടുത്ത് പറയുന്നു അജേഷ്, ഇത് കണ്ടിന്യൂ ചെയ്യുക. കാര്യം നിങ്ങളുടെ ഈ ഒരു ഇങ്ങനെ ഒരു ഫേം ടോട്ടൽ ഒരു സൊല്യൂഷൻ എന്ന രീതിക്കുള്ളത്, ഇതിൻ്റെ ആ ഒരു ക്വാളിറ്റി പലരും മനസ്സിലാക്കുന്നില്ല. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഞാനൊരു ലേമാനായിട്ട് എനിക്കിങ്ങനെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീട് വെക്കാൻ പറ്റിയത് ബിക്കോസ് നിങ്ങളെപ്പോലുള്ള ഓരോരുത്തരുള്ളതുകൊണ്ടാണ്. സ്ട്രോങ് പില്ലേഴ്സ് ആയിട്ടുള്ള. സോ ഇതുപോലെ ഇൻഡിവിജ്വലി ഹാൻഡിൽ ചെയ്യാൻ പറ്റും.
നമുക്ക് എല്ലാത്തിനും എ ടു ഇസഡ് സൊല്യൂഷൻ എന്നും പറഞ്ഞ് ഒരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. കറക്റ്റ്. നിങ്ങളെപ്പോലുള്ള ഇൻഡിവിജ്വൽ വർക്ക് എടുക്കുന്ന ആൾക്കാരുണ്ട്. ടോട്ടൽ പ്ലംബിംഗ് സൊല്യൂഷനായിട്ട് അജീഷ് ഉള്ളതുപോലെ ഇതുപോലെ ഓരോന്നിനും ഓരോ തരം ആൾക്കാരുണ്ട്. താങ്ക് യു വെരി മച്ച് അജീഷ്. താങ്ക് യു താങ്ക് യു. അജീഷ്. നിങ്ങൾ വളരെയധികം ഞങ്ങളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പറയാതിരിക്കാൻ വയ്യ. ഫ്യൂച്ചർ കൺസെപ്റ്റിന് എല്ലാവിധ ഭാവങ്ങളും. ഓക്കെ. താങ്ക് യു താങ്ക് യു. വെരി മച്ച്. താങ്ക് യു.